ഞാൻ പറഞ്ഞത് ഇങ്ങോട്ട് നീങ്ങണ്ടാന്ന് അമ്മയടുത്ത്. ഏത് മാസം വീഴാൻ പാടില്ലേ ആ മാസം വീണു. ഹലോ ഹലോ. അപ്പൊ ഇന്ന് നമ്മൾ പെട്ടെന്നൊരു പരിപാടി ചെയ്യാൻ പോവാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നോക്കിയതാ പാഷൻ ഫ്രൂട്ട് ഞാൻ നേരത്തെ ഷോർട്സിലൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതാ പൂ കായ്ച്ചു തുടങ്ങി, 1-2 കായൊക്കെ വന്നു തുടങ്ങി എന്നുള്ളത് കേട്ടോ. അപ്പൊ ഇതാ ഇഷ്ടംപോലെ കായ്ക്കുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാല് മഴയൊക്കെ വരുമ്പോഴത്തേനും ഒരുപാട് ഇങ്ങനെ താഴത്തേക്ക് വീണ് പോവാട്ടോ. അപ്പൊ എന്തായാലും ഇന്ന് പറിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാന്. നമ്മുടെ രാവിലത്തെ കുക്കുംബർ ഹാർവെസ്റ്റും ഇതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേനും എനിക്ക് പറിക്കാൻ സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എന്തായാലും പറിച്ചേ പറ്റത്തുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഞാൻ തോട്ടിയും കൊണ്ട് പാഷൻ ഫ്രൂട്ടിന് വേണ്ടി കൊതിച്ച സമയം ഉണ്ടായിട്ടുണ്ട്. നോക്കുമ്പോ നിറയെ പാഷൻ ഫ്രൂട്ട്. പക്ഷെ 2 തരം കളർ ഉള്ളതാട്ടോ വരണത്. ഒരെണ്ണം ഒരു ഗ്രീനിഷ് കളറും ഒരെണ്ണം ഒരു പേർപ്പിൾ, ആ ഒരു കളർ, ഒരു റെഡിഷ് പേർപ്പിൾ കളറും ആണ് കേട്ടോ വരുന്നത്. അതെന്താ സംഭവം എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്തായാലും നമുക്ക് പറിച്ചു നോക്കാം അല്ലെ. ലാസ്റ്റ് ഈ കളറാവും കേട്ടോ, ഈ ഒരു റെഡിഷ് പേർപ്പിൾ കളറാവും. ഞാൻ പറിച്ചോളാം. Catch. കിളി കൊത്തി, ഏതോ കിളി കൊത്തി കഴിച്ചിരിക്കുന്നു കേട്ടോ. ഓക്കെ, ഇവിടെ തന്നെ ഇട്ട് വെച്ചേക്കാം, കിളി കഴിക്കട്ടെ. കൈകൊണ്ടേ പറിക്കാവുന്നതൊക്കെ പറിച്ചോ. താഴേക്കിട്ട പോരായിരുന്നോ? ഏതെങ്കിലും കിളി വരാണെങ്കിൽ കൊത്തി കഴിച്ചോട്ടെ അമ്മ. എനിക്ക് വയ്യ, അമ്മ പണ്ട് ക്യാച്ചറായിരുന്നാ. ഇവിടുത്തെ ആദ്യം തീർക്കാം അല്ലേ. വെരി ഗുഡ്. അമ്മേ, ഞാൻ പറഞ്ഞത് ഇങ്ങോട്ട് നീങ്ങണ്ടാന്ന് അമ്മയടുത്ത്. നല്ലൊരു വീഴ്ച വീണട്ടോ അമ്മ. കർക്കിടക മാസമായിട്ട് നല്ല വീഴ്ച വീണു. വല്ല കാര്യമുണ്ടോ? ഞാൻ പറഞ്ഞാണ് വരണ്ട, വഴുക്കൂന്ന് പറഞ്ഞതാ. അമ്മ എന്തിനാ പിന്നെ വന്നേ? ഏത് മാസം വീഴാൻ പാടില്ലേ ആ മാസം വീണു. സൂപ്പർ. കഷായം ഉണ്ടാക്കി കുടിക്കണം. അയൽലേടിയാണ്, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ പറയാൻ 4 കാലയിലാണ്, പൂച്ചനെ മാതിരിയാണ്. 4 വീണ 4 കാലയില്. ഇപ്പഴാണ് ഒക്കെ ചിരി വന്നത്. പേടിച്ചു പോയേ. നിന്റെ ഒരു പാഷൻ ഫ്രൂട്ടും എന്റെ വീഴ്ചയും. പാഷൻ ഫ്രൂട്ട് അമ്മയുടെ വീഴ്ചയെന്ന് പറഞ്ഞ ഹെഡിങ് കൊടുക്ക്, നന്നായിരിക്കും. ഇനി ക്യാച്ച് ആവോന്ന് എനിക്കറിയില്ല. ക്യാച്ച് അതിട്ടോ, അതിനകത്തിട്ടോ. ക്യാച്ച്. എനിക്ക് വേണ്ട, എനിക്ക് ഇതിനെ തണ്ണി, ഞാനാണോ വീണത്? അവൾക്ക് അവള് ചിരിച്ചതല്ലേ, അവൾക്ക് സന്തോഷായി. ഞാനൊന്ന് വീണപ്പോ ഇവിടെ പഴുത്ത്. ഇവിടെ ഒരെണ്ണം. അതെടുക്കാൻ വേണ്ടി പോയി. ഇല്ല, അവളെ ഒന്ന് സഹായിക്കാന്ന് വിചാരിച്ചാൽ പയ്യെ മെല്ലെ മെല്ലെ കാല് വെച്ച് പോയതാണ്. കൈ കൊണ്ട് പറിക്കുക അതൊക്കെ, എന്നിട്ടോട് തലങ്കുത്തി താഴെ വീഴാൻ. கீப்பர் நீங்க பேட்ஸ்மேன் அக்கா பவுல். ஓகே, எவ்வளவு இருக்கு? எங்க போச்சு? யோ வா. ഇതായിട്ടുണ്ടോ? ആയിട്ടുണ്ട്.
അയ്യമ്മോ. രണ്ട് കൈയിലും പിടിക്കണ്ടേടാ കേട്ടോ പാഷൻ ഫ്രൂട്ട്. இது அவுக்க முடியுமாடா? எனக்கு எடுக்க முடியல, அது அவ்வளவு பெருசா இருக்கு. முடியாதுண்ணா. மறுபடியும் கட்டிக்கலாம். இந்த கை இல்ல. இங்க இருக்கு இங்க இருக்கு. അതൊക്കെ സൺഷൈഡിൽ പായലുണ്ടാവും, ഇറങ്ങാൻ പാടില്ല. വേണമെങ്കിൽ അരിവാളുകൊണ്ട് ഇങ്ങനെ കൊത്തിയെടുക്ക്, ഇങ്ങനെ കൊത്തി കൊത്തിയെടുക്ക്. கீழே தான் விழும். എങ്ങനെ പറിക്കും? ഇപ്പൊ ദൂരെയുള്ളത് നീ എങ്ങനെ പറിക്കും? മേലെ എന്റെ മേലെ எடுக்கிறேன் எடுக்கிறேன், ஒன்னொன்னு எடுக்கிறேன்டா. ஒவ்வொரு இடமா கிளியர் பண்ணிட்டு வருவோம். ആ என்ன பண்றான்? ബാക്കിയുള്ളത് പോയിക്കോട്ടെ. இங்க எது இருக்கு தெரியுமா? അവൻ ബെർത്തിൽ ഒരു പാഷൻ ഫ്രൂട്ട് അവൻ കിടപ്പുണ്ടെന്ന്, അത് വലുതാണെന്ന്. അപ്പൊ അതിങ്ങനെ തോണ്ടി തോണ്ടി താഴത്തേക്ക് ഇടാനുള്ള തത്രപ്പാടിലാണ് രീതിക്കുട്ടൻ. നോക്കിയേ, പേരൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ, കണ്ടോ? ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 10-15 ദിവസം ആകുമ്പോഴത്തേനും നമ്മുടെ പേരക്കക്കുട്ടൻ ആയി തുടങ്ങും കേട്ടോ, ഹാർവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെ ഒരു സന്തോഷമല്ലേ അല്ലേ? നമ്മുടെ വീട്ടിൽ ഇതുപോലെ ഇങ്ങനെ ഉണ്ടാവാന്നുള്ളത് അത് ഭയങ്കര സന്തോഷമുണ്ട്. ഇപ്പം നമ്മൾ മേളിൽ നിന്ന് പറിച്ച് മാത്രം കേട്ടോ കാണുന്നത്, അതും കുറച്ച് പറിച്ചിട്ടുണ്ട്, പാതി കൂടെ ആയിട്ടില്ല, എന്നാലും നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര സന്തോഷമായ എനിക്ക്. അപ്പോൾ ഇത് മാത്രമല്ല, താഴെ കുറച്ച് പറിച്ചപ്പോഴത്തേനും താഴത്തേക്ക് വീണിട്ടുണ്ട്. അപ്പോൾ താഴത്തെ എങ്ങനെയുണ്ട് ഇപ്പൊ? എടാ മതിയടാ, വാ, സാരല്ല. അപ്പൊ ഇന്നത്തേക്ക് അപ്പൊ നമുക്ക് അത്രയേ ഉള്ളൂ. അപ്പൊ ഒരുപാട് സന്തോഷം. നിങ്ങൾക്ക് ഇത് കണ്ടപ്പോ സന്തോഷമായോ? അപ്പൊ മേഘ്ന സ്റ്റുഡിയോ ബോക്സ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, ബൈ. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി.